ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പം ഞാൻ ഈ ലാലുക്ക് സയൻറ്റിസ്റ്റ് ആവാലെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനുള്ള സാധനങ്ങൾ നമുക്ക് കാണിച്ചു തരാം. അപ്പം ഗൈസ്, ഇതൊക്കെയാണ് സാധനങ്ങൾ. ഈ ഇമ്പിളി മുട്ടായി ഒന്ന് ഫസ്റ്റിന് തുടങ്ങുമ്പോൾ തിന്നല്ല സാധനമാണ്. ഇതൊക്കെ എനിക്കറിയാവുന്നതാണ്. ഞാൻ ഇവനക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് സയൻറ്റിസ്റ്റ് ആവാൻ. അപ്പോൾ എനിക്ക് എന്തൊക്കെ ഉണ്ടാക്കണം? 1000 കട്ട ബാറ്ററി കൊടുക്കണം, മിനി മോട്ടർ, സ്ക്രൂ ഡ്രൈവർ, കട്ടിങ് പ്ലെയർ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൊടുക്കണം. പിന്നെ നിങ്ങൾ ഈ കാർഡ് നോക്കുക. ഇത് മൊബാക്സിൻ്റെ ആണ്. പെരിന്തൽമണ്ണ ബൈപ്പാസ് ഗൾഫ് ഫോണിൻ്റെ ഒക്കെ അവിടെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് വരണം. വേഗം എഴുതിയെടുത്തോളി എല്ലാവരും. അപ്പോൾ ഗൈസ്, ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നെഗറ്റീവും കട്ട ബാറ്ററി നെഗറ്റീവും പോസിറ്റീവാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ടെസ്റ്റർ നമുക്ക് നോക്കാനുണ്ടോ? ടെസ്റ്റർ എടുക്കട്ടെ. ഞാന് വാ നോക്ക്. ഇത് ഈ ചെറിയ വട്ടം കണ്ടോ? അതാണ് നെഗറ്റീവ്. ഈ വലിയ വട്ടം കണ്ടോ? പോസിറ്റീവ് ആട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ചുവപ്പ് വയറുണ്ടോ? ഈ ചുവപ്പ് വയറ് ഇത് വലുതി കൊടുക്കണം. വലുതി കൊടുത്താൽ പോസിറ്റീവ്. പിന്നെ ഇങ്ങനത്തെ കറുപ്പ് വയറുണ്ടോ? ഈ കറുപ്പ് വയറ് ചെറുതി കൊടുത്താൽ നെഗറ്റീവ്. അത് നെഗറ്റീവും പോസിറ്റീവും പാടെ കൂട്ടിച്ചേർന്നാണ് ഒരു സംഭവം LED ഒക്കെ കത്തുക. ഇപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാം. ഇപ്പം മിനി മോട്ടർ കറക്കണമെങ്കിൽ ഇപ്പം നമ്മൾ നെഗറ്റീവും പോസിറ്റീവിൻ്റെയും ഇപ്പോൾ ഇതാണ് കണക്ടർ. ഈ കണക്ടർ നമ്മൾ കട്ട ബാറ്ററിക്ക് ഇങ്ങനെ വെക്കണം. ഇപ്പോൾ അങ്ങനെയാണ് ഈ കണക്ടർ. ഇവിടുത്തെ പോസിറ്റീവിക്ക് നെഗറ്റീവും കണക്ടറിൻ്റെ പോസിറ്റീവാണ് വെക്കേണ്ടത്. ഇനി നോക്കട്ടെ. അപ്പം അത് വെച്ചിട്ടുണ്ട്. ചെറിയ മിനി മോട്ടർ എങ്ങനെ കൊടുത്താലും അങ്ങോട്ട് തിരിയും. ഇത് അങ്ങനത്തെ മിനി മോട്ടർ അല്ല. ഈ പോസിറ്റീവ് ദിക്കും നെഗറ്റീവ് ദിക്കും കൊടുക്കുകയാണെങ്കിൽ കറങ്ങൂലെങ്കിൽ അത് നേരെ തിരിച്ചു വെക്കുക. അപ്പോൾ അത് കറങ്ങുവക്കാരം. ഇതിനടുത്ത് നമുക്ക് പഠിച്ചാൻ പോണത് ഇവിടെ ഇതാണ് നോക്കാം. ഇത് സ്പാൻഡർ. ഇതാണ് ഇവിടെ ഇരിക്കണുണ്ടോ? 22, 20 അത് ഇരിക്കണുണ്ടോ? അത് ഓരോ സൈക്കിളിൻ്റെയും ഓരോ പാർട്സിൻ്റെയും നെറ്റ് ടൈറ്റ് ആക്കണ സാധനമാണ് ഈ സ്പാൻഡർ. ഈ സ്പാൻഡറിന് ഓരോ അളവുണ്ടാവും. അതറിയാനാണ് ഈ 20 ഇതൊക്കെ കൊടുത്തിക്കണത്. 22, 21 ഒക്കെ കൊടുത്തിക്കണേ. ഈ കട്ടിങ് പ്ലെയറിന് ഓരോ വക ഞാൻ പറഞ്ഞുതരാം. ഈ കട്ടിങ് പ്ലെയറോട്ട് ഈ ഏറ്റവും മേലത്തെ ഭാഗം ഇവിടെ വെച്ചിട്ട് നമുക്ക് വലിച്ചാൽ അതിന് കമ്പി മാത്രം കിട്ടും. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഭാഗം ഉണ്ടോ? ആ ഭാഗം വെച്ചിട്ട് നമുക്ക് വയറ് കട്ട് ചെയ്യാം. അതാണ് ഈ കട്ടിങ് പ്ലെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അടുത്തത് ഇത് ഒരു ബാറ്ററിയാണ്. ഈ ബാറ്ററിയിൽ ഇപ്പോൾ ചാർജില്ല. ഞാൻ റീചാർജ് ചെയ്യണം. ഈ ബാറ്ററി വാങ്ങിയാൽ റീചാർജ് ചെയ്താൽ ഇങ്ങനത്തെ കട്ട ബാറ്ററിനേക്കാൾ നല്ലതാണ്. ഞാനെങ്കിൽ 40 ഉറുപ്പ്യനും 30 ഉറുപ്പ്യൻ്റെ ഇതിൻ്റെ കട്ട ബാറ്ററി. അടുത്തത് പിന്നെ ഞാൻ എഴുതപ്പോൾ ഇതാണ് സ്ക്രൂ ഡ്രൈവർ. ഇതെല്ലാവർക്കും ഒഴിഞ്ഞാക്കാനാണ്. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോ അളവിനനുസരിച്ച് ഇപ്പോൾ ഇതൊരു വലുതാണ്. ഇതിൻ്റെ അതിൻ്റെ ചെറിയ വലുപ്പമാണ് ഇത്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ടെസ്റ്ററാണ്. ഇതാണ് ടെസ്റ്റർ. ഓരോ അളവിന് ചിലപ്പോൾ കൊള്ളുന്നെങ്കിൽ നമ്മൾ ടെസ്റ്ററിലോട്ട് ഇങ്ങനെ സ്ക്രൂ വെച്ചെടുക്കണം. ഇപ്പം ഈ ഹെൽമെറ്റുമ്പോൾ സ്ക്രൂ ഉണ്ടാവും. അതിന് ഓരോ അളവിൻ്റെ സ്ക്രൂ വെക്കാറുണ്ടാവുക. പിന്നെ കേബിൾ ഓരോ ബോഡിക്കും കൊടുക്കാൻ പറ്റുന്നതാണ് ഈ കേബിൾ. ഈ കേബിൾ ഏത് ബോഡിക്കും വേണമെങ്കിലും വെക്കാം. ഈ സ്വിച്ച് നമുക്ക് കലണ്ടറിലൊക്കെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഞാൻ ഡിസ്പ്ലേ ഇല്ലാത്ത ബാക്കിയുള്ള ഭാഗം ഞാൻ കാണിച്ചു തരാം. ഈ ഓട്ടൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ബാറ്ററി ഇടാം.
ഇതിൻ്റെ മേലെ ഡിസ്പ്ലേ ഞാൻ എടുത്തു. അതിൻ്റെ ഇതാണ് ഇത്. ഈ ഭാഗത്ത് ഇങ്ങനെ വെക്കണം. ഈ സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത് കമ്പ്യൂട്ടറിൻ്റെ ലാപ്ടോപ്പിനൊക്കെ ഇതാണ്. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ്. പിന്നെ ഞാൻ ഈ സാധനം എന്താ പറയുക, ഇതിന് പൈപ്പിനാണല്ലോ വലിയ സ്പാൻഡറൊക്കെ. ആ സ്പാൻഡറൊക്കെ ഇതോട്ട് വെച്ചാട്ടോ. അപ്പോൾ ഈ സ്പാൻഡർ എന്ന് പറയുന്നത് ഇങ്ങനെ തിരിച്ചാല് ഇത് മേലക്ക് പൊന്തും, ഈ മേലത്തെ ഭാഗം. അപ്പൊ നമ്മള് പൈപ്പിന്റെ ഇതോളൊക്കെ ഇങ്ങനെ വെക്കലറിയോ. എന്നിട്ട് ഇങ്ങനെ തിരിച്ചുമ്പോ ഈ സ്പാൻഡർ പറഞ്ഞ പോലെ തന്നെ തിരിച്ചിടുക. എന്നിട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ മറ്റേ സ്പാൻഡർ തിരിച്ചു പോലെ തന്നെ ഇങ്ങനെ തിരിച്ചിടുക. അപ്പോൾ അത് ടൈറ്റായി. അടുത്തതില് ഇപ്പോൾ ഇത് ഒരു മിനി മോട്ടറാണ്. ഈ മിനി മോട്ടറിന് അതേപോലത്തെ മോട്ടറാണ്. ഇതെന്ന് പറയുന്നത് 15 രൂപയുടെ മിനി മോട്ടറാണ്. ഇതിൻ്റെ ചെറിയൊരു സ്പീഡ് ഉണ്ടാവുക. ഇതിന് കുറച്ച് അത്യാവശ്യം തോനെ സ്പീഡ് ഉണ്ടാവുന്ന മോട്ടറാണ്. പിന്നെ ഈ കമ്പി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവൂല. ഇത് ഞാൻ ഒരു ബ്രേക്ക് ഈ കമ്പി ഇങ്ങോട്ടും ഡയറക്റ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ഡയറക്റ്റ് കൊടുത്തു. എന്നിട്ട് ഇങ്ങനത്തെ ഒരു വയറും പിന്നെ ഇങ്ങനത്തെ ഒരു വയറും കൂടി എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഇതേനെ കറണ്ട് വരുന്നുണ്ടാവും. അതൊന്ന് സൂക്ഷിക്കണം. അടുത്ത് പിന്നെ ഇത് ഞാൻ ബ്രേക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചൊരു സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെമ്പമ്പിയാണ്. ഇത് നമ്മൾ ബ്രേക്കർ താകുന്നതിന് ഉണ്ടാക്കാനുള്ള സാധനമാണ്. അപ്പോൾ ഇതെന്താ മനസ്സിലായാലോ, ഇത് നമ്മൾ ട്രിമ്മറിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ വെക്കും. എന്നിട്ട് അതിനുള്ളൊരു മോട്ടർ ഉണ്ടാവും. കറങ്ങുമ്പോൾ ഇതും കറങ്ങും. നമുക്ക് ചുമരൊക്കെ നല്ല തുളക്കാൻ പറ്റുമോ. പിന്നെ മറ്റേ ഇരുമ്പൊക്കെ മുറിച്ചിന് കട്ടറില്ലേ, അതിൻ്റെ ഇരുമ്പ് മുറിച്ചിന് കട്ടറാണ് നമ്മൾ എടുത്തിക്കണത്. ഇതില്ലാലും ഇപ്പം ഞാൻ വെറുതെ സ്ക്രൂ ഡ്രൈവർ വെച്ച് കാണിച്ചതാണ്. ഇതിങ്ങനെ ഇരുമ്പൊക്കെ മുറിച്ചിന് കട്ടറിൻ്റെ സാധനം നമ്മളെടുത്ത് വേറെയാണ് അതിൻ്റെ ഒപ്പം എടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ചിലപ്പോൾ ഞാൻ വെറുതെ കറങ്ങി കാണിച്ചാൽ നല്ലോണം സ്പീഡിലാവുമ്പോൾ ഈ കമ്പിയൊക്കെ മുറിച്ചാൻ പറ്റും. പിന്നെ എല്ലാവരും പേര് ശ്രദ്ധിക്കുക, ഈ കട്ടർ ഉപയോഗിച്ച് ഇതേപോലത്തെ CD ഉണ്ടാവും. ഈ CD വെച്ചിട്ട് മരം മുറിച്ചാൽ നോക്കരുത്. എന്നും മുറിച്ചാൽ നോക്കരുത്. മരം മുറിച്ചാൽ അതിമത്തിലെ ഒരു പ്ലാസ്റ്റിക്കിന് ഉരുക്കി ഇങ്ങനെ വരും. അതെന്തായാലും പേര് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ സാധനം സ്ക്രൂ ഡ്രൈവറിൻ്റെ സെയിം തന്നെയാണ്. ഇത് നമുക്ക് പൊളിച്ചാനൊക്കെ യൂസാണ്. ഹാമർ വെച്ചിട്ട് മുറിച്ചിട്ട് പതുക്കെ അടിച്ചാൽ മതി. ഇത് മടിച്ചാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. എല്ലാവരും വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. ടാറ്റാ. ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇലാനുക്ക് സയൻറ്റിസ്റ്റ് ആവാലെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനുള്ള സാധനങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരാം. അപ്പം ഗൈസ്, ഇതൊക്കെയാണ് സാധനങ്ങൾ. ഈ ഇമ്പിളി മുട്ടായി ഒന്ന് ഫസ്റ്റിന് തുടങ്ങുമ്പോൾ തിന്നല്ല സാധനമാണ്. ഇതൊക്കെ എനിക്കറിയാവുന്നതാണ്. ഞാൻ എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് സയൻറ്റിസ്റ്റ് ആവാൻ. അപ്പോൾ എനിക്ക് എന്തൊക്കെ ഉണ്ടാക്കണം, 1000 കട്ട ബാറ്ററി തുടങ്ങണം, മിനി മോട്ടർ, സ്ക്രൂ ഡ്രൈവർ, കട്ടിങ് പ്ലെയർ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൊടുക്കണം. പിന്നെ നിങ്ങൾ ഈ കാർഡ് നോക്കുക. ഇത് മൊബാക്സിൻ്റെ ആണ്. പെരിന്തൽമണ്ണ ബൈപ്പാസ് ഗൾഫ് ഫോണിൻ്റെ ഒക്കെ അവിടെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് വരണം. വേഗം എഴുതിയെടുത്തോളി എല്ലാവരും. അപ്പോൾ ഗൈസ്, ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നെഗറ്റീവും കട്ട ബാറ്ററി നെഗറ്റീവും പോസിറ്റീവാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ടെസ്റ്റർ നമുക്ക് നോക്കാനുണ്ടോ? ടെസ്റ്റർ എടുക്കട്ടെ. വാ നമുക്ക് ഇത് ഈ ചെറിയ വട്ടം കണ്ടോ, അതാണ് നെഗറ്റീവ്. ഈ വലിയ വട്ടം കണ്ടോ, പോസിറ്റീവ് ആട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ചുവപ്പ് വയറുണ്ടോ, ഈ ചുവപ്പ് വയറ് ഇത് വഴുതി കൊടുക്കണം. വഴുതി കൊടുത്താൽ പോസിറ്റീവ്. പിന്നെ ഇങ്ങനത്തെ കറുപ്പ് വയറുണ്ടോ, ഈ കറുപ്പ് വയറ് ചെറുതി കൊടുത്താൽ നെഗറ്റീവ്. അത്
നെഗറ്റീവും പോസിറ്റീവും പാടെ കൂട്ടിച്ചേർന്നാണ് ഒരു സംഭവം LED ഒക്കെ കത്തുക. ഇപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാം. ഇപ്പം മിനി മോട്ടർ കറക്കണമെങ്കിൽ ഇപ്പം നമ്മൾ നെഗറ്റീവും പോസിറ്റീവിൻ്റെയും ഇപ്പം ഇതാണ് കണക്ടർ. ഈ കണക്ടർ നമ്മൾ കട്ട ബാറ്ററിക്ക് ഇങ്ങനെ വെക്കണം. ഇപ്പോൾ അങ്ങനെയാണ് ഈ കണക്ടർ ഇവിടുത്തെ പോസിറ്റീവിക്ക് നെഗറ്റീവും കണക്ടറിൻ്റെ പോസിറ്റീവാണ് വെക്കേണ്ടത്. ഇനി നോക്കട്ടെ. അപ്പം അത് വെച്ചിട്ടുണ്ട്. ചെറിയ മിനി മോട്ടർ എങ്ങനെ കൊടുത്താലും അങ്ങോട്ട് തിരിയും. ഇത് അങ്ങനത്തെ മിനി മോട്ടർ അല്ല. ഈ പോസിറ്റീവ് ദിക്കും നെഗറ്റീവ് ദിക്കും കൊടുക്കുകയാണെങ്കിൽ കറങ്ങൂലെങ്കിൽ അത് നേരെ തിരിച്ചു വെക്കുക. അപ്പോൾ അത് കറങ്ങുവക്കാരം. ഇതിനടുത്ത് നമുക്ക് പഠിച്ചാൻ പോണത് ഇവിടെ ഇതാണ് നോക്കാം. ഇത് സ്പാൻഡർ. ഇതാണ് ഇവിടെ ഇരിക്കണുണ്ടോ 22 20. അത് ഇരിക്കണുണ്ടോ? അത് ഓരോ സൈക്കിളിൻ്റെയും ഓരോ പാർട്സിൻ്റെയും നെറ്റ് ടൈറ്റ് ആക്കണ സാധനമാണ് ഈ സ്പാൻഡർ. ഈ സ്പാൻഡറിന് ഓരോ അളവുണ്ടാവും. അതറിയാനാണ് ഈ 20 ഇതൊക്കെ കൊടുത്തിക്കണത്. 22 21 കൊടുത്തിക്കണേ. ഈ കട്ടിംഗ് പ്ലെയറിൻ്റെ ഓരോ വക ഞാൻ പറഞ്ഞുതരാം. ഈ കട്ടിംഗ് പ്ലെയറോട്ട് ഈ ഏറ്റവും മേലത്തെ ഭാഗം ഇവിടെ വെച്ചിട്ട് നമുക്ക് വലിച്ചാൽ അതിൻ്റെ കമ്പി മാത്രം കിട്ടും. പിന്നെ ഈ ഉള്ളിലത്തെ ഈ ഭാഗം കണ്ടോ, ആ ഭാഗം വെച്ചിട്ട് നമുക്ക് വയറ് കട്ട് ചെയ്യാം. അതാണ് ഈ കട്ടിംഗ് പ്ലെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അടുത്തത് ഇത് ഒരു ബാറ്ററിയാണ്. ഈ ബാറ്ററിയിൽ ഇപ്പോൾ ചാർജില്ല. ഞാൻ റീചാർജ് ചെയ്യണം. ഈ ബാറ്ററി വാങ്ങിയാൽ റീചാർജ് ചെയ്താൽ ഇങ്ങനത്തെ കട്ട ബാറ്ററിനേക്കാൾ നല്ലതാണ്. ഞാനെങ്കിൽ 40 ഉറുപ്പ്യന് 30 ഉറുപ്പ്യൻ്റെ ഇതിൻ്റെ കട്ട ബാറ്ററി. അടുത്തത് പിന്നെ ഞാൻ എന്തപ്പോൾ ഇതാണ് സ്ക്രൂ ഡ്രൈവർ. ഇതെല്ലാവർക്കും ഒഴിഞ്ഞാക്കാനാ. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോ അളവിനനുസരിച്ച് ഇപ്പോൾ ഇതൊരു വലുതാണ്. ഇതിൻ്റെ അതിൻ്റെ ചെറിയ വലുപ്പമാണ് ഇത്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ടെസ്റ്ററാണ്. ഇതാണ് ടെസ്റ്റർ. ഓരോ അളവിന് ചിലപ്പോൾ കൊള്ളില്ലെങ്കിൽ നമ്മൾ ടെസ്റ്ററിലോട്ട് ഇങ്ങനെ സ്ക്രൂ വെച്ചെടുക്കണം. ഇപ്പം ഈ ഹെൽമെറ്റുമ്പോൾ സ്ക്രൂ ഉണ്ടാവും. അതിന് ഓരോ അളവിൽ സ്ക്രൂ വെക്കാറുണ്ടാവുക. പിന്നെ കേബിൾ ഓരോ ബോഡിക്കും കൊടുക്കാൻ പറ്റുന്നതാണ് ഈ കേബിൾ. ഈ കേബിൾ ഏത് ബോഡിക്കും വേണമെങ്കിലും വെക്കാം. ഈ സ്വിച്ച് നമുക്ക് കലണ്ടറിലൊക്കെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഞാൻ ഡിസ്പ്ലേ ഇല്ലാത്ത ബാക്കിയുള്ള ഭാഗം ഞാൻ കാണിച്ചു തരാം. ഈ ഓട്ടൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ബാറ്ററി ഇടാം. ഇതിൻ്റെ മേലെ ഡിസ്പ്ലേ ഞാൻ എടുത്തു. അതിൻ്റെ ഇതാണ് ഇത്. ഈ ഭാഗത്ത് ഇങ്ങനെ വെക്കണം. ഈ സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത് കമ്പ്യൂട്ടറിൻ്റെ ലാപ്ടോപ്പിനൊക്കെ ഇതാണ്. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ്. പിന്നെ ലാണിയോ ഈ സാധനം എന്താ പറയുക, ഇതിന് പൈപ്പിനാണല്ലോ വലിയ സ്പാൻഡറൊക്കെ. ആ സ്പാൻഡറൊക്കെ ഇതോട്ട് വെച്ചാലോ. അപ്പോൾ ഈ സ്പാൻഡർ എന്ന് പറയുന്നത് ഇങ്ങനെ തിരിച്ചാൽ ഇത് മേലേക്ക് പൊന്തും. ഈ മേലത്തെ ഭാഗം. അപ്പം നമ്മൾ പൈപ്പിൻ്റെ ഇതോളൊക്കെ ഇങ്ങനെ വെച്ച് നിൽക്കലറിയോ. എന്നിട്ട് ഇങ്ങനെ തിരിച്ചുമ്പോൾ ഈ സ്പാൻഡറിനെ പറഞ്ഞ പോലെ തന്നെ തിരിച്ചിടുക. എന്നിട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മറ്റേ സ്പാൻഡർ തിരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ തിരിച്ചിടുക. അപ്പോൾ അത് ടൈറ്റായി. അടുത്തതിൽ ഇപ്പോൾ ഇത് ഒരു മിനി മോട്ടറാണ്. ഈ മിനി മോട്ടറിന് അതേപോലത്തെ മോട്ടറാണ്. ഇതെന്ന് പറയുന്നത് 15 ഉറുപ്പ്യയുടെ മിനി മോട്ടറാണ്. ഇതിൻ്റെ ചെറിയൊരു സ്പീഡ് ഉണ്ടാവുക. ഇതിന് കുറച്ച് അത്യാവശ്യം തോനെ സ്പീഡ് ഉണ്ടാവുന്ന മോട്ടറാണ്. പിന്നെ ഈ കമ്പി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവൂല. ഇതിനാണ് ഒരു ബ്രേക്ക്. ഈ കമ്പി ഇങ്ങോട്ടും ഡയറക്റ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ഡയറക്റ്റ് കൊടുത്തു.
എന്നിട്ട് ഇങ്ങനത്തെ ഒരു വയറും പിന്നെ ഇങ്ങനത്തെ ഒരു വയറും കൂടി എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഇതേനെ കറണ്ട് വരുന്നുണ്ടാവും. അതൊന്ന് സൂക്ഷിക്കണം. അടുത്ത് പിന്നെ ഇത് ഞാൻ ബ്രേക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചൊരു സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെമ്പമ്പിയാണ്. ഇത് നമ്മൾ ബ്രേക്കർ താകുണ്ടാവുന്നില്ലതിന് ഉണ്ടാക്കാനുള്ള സാധനമാണ്. അപ്പോൾ ഇതെന്താ മനസ്സിലായാലോ? ഇത് നമ്മൾ ഡ്രിമ്മറിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ വെക്കും. എന്നിട്ട് അതിനുള്ളൊരു മോട്ടർ ഉണ്ടാവും. കറങ്ങുമ്പോഴും കറങ്ങും. നമുക്ക് ചുമരൊക്കെ നല്ല തുളക്കാൻ പറ്റിട്ടോ. പിന്നെ മറ്റേ ഇരുമ്പൊക്കെ മുറിച്ചിന് കട്ടറില്ലേ, അതിൻ്റെ ഇരുമ്പ് മുറിച്ചിന് കട്ടാണ് നമ്മൾ എടുത്തിക്കണത്. ഇതില്ലാതെ ഇപ്പം ഞാൻ വെറുതെ സ്ക്രൂ ഡ്രൈവർ വെച്ച് കാണിച്ചതാണ്. ഇതിങ്ങനെ ഇരുമ്പൊക്കെ മുറിച്ചിന് കട്ടിൻ്റെ സാധനം നമ്മളെടുത്ത് വേറെയാണ് അതിൻ്റെ ഒപ്പം എടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ചിലപ്പോൾ ഞാൻ വെറുതെ കറങ്ങി കാണിച്ചാൽ നല്ല സ്പീഡിലാവുമ്പോൾ ഈ കമ്പിയൊക്കെ മുറിച്ചാൻ പറ്റും. പിന്നെ എല്ലാവരും പേര് ശ്രദ്ധിക്കുക, ഈ കട്ടർ ഉപയോഗിച്ച് ഇതേപോലത്തെ CD ഉണ്ടാവും. ഈ CD വെച്ചിട്ട് മരം മുറിച്ചാൽ നോക്കരുത്, എന്തും മുറിച്ചാൽ നോക്കരുത്. മരം മുറിച്ചാൽ അതിമത്തിലെ ഒരു പ്ലാസ്റ്റിക്കിനെ ഉരുക്കി ഇങ്ങനെ വരും. അതെന്തായാലും പേര് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ സാധനം സ്ക്രൂ ഡ്രൈവറിൻ്റെ സെയിം തന്നെയാണ്. ഇത് നമുക്ക് പൊളിച്ചാലൊക്കെ യൂസാണ്. ഹാമർ വെച്ചിട്ട് മുറിച്ചിട്ട് പരിക്കടിച്ചാൽ മതി. ഇത് മടിച്ചാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. എല്ലാവരും വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. ടാറ്റാ.